അപ്പൊ ഈ ഒരു സെഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ചേഞ്ചിങ് സൊസൈറ്റി, ന്യൂ കാസ്റ്റ് ആൻഡ് ഹൈറാർക്കീസ് ആണ് കേട്ടോ. ഓക്കെ, അപ്പൊ എന്തൊക്കെ മാറ്റങ്ങളാണ് സമൂഹത്തിൽ വന്നിട്ടുള്ളത് അത് നമുക്ക് ഈ ഒരു സെഷനിൽ നോക്കാം. As the economy and the needs of society grew, അല്ലെ, അങ്ങനെ കുറെ ആളുകൾ ജനസംഖ്യ കൂടി, അപ്പൊ ആളുകളുടെ ടേസ്റ്റിന് എന്തുണ്ടാവും, വ്യത്യാസം വരും അല്ലെ. അപ്പൊ പീപ്പിൾ വിത്ത് ന്യൂ സ്കിൽസ് വെയർ റിക്വയർഡ്. അപ്പൊ നമുക്ക് ഓരോ കാര്യത്തിനും നല്ല സ്കിൽസ് ഉള്ള ആളുകളെ എല്ലാ ഫീൽഡിലും ആവശ്യം വരും അല്ലെ. അതുപോലെ തന്നെ the smaller caste or jatis emerged with the varnas. ഒരു വർണ്ണ സിസ്റ്റം അവിടെ ഇവോൾവ് ചെയ്തു. ഫോർ എക്സാമ്പിൾ, ന്യൂ കാസ്റ്റസ് വെയർ എമേഴ്സ്ഡ് amongst the brahmanas. പുതിയ പുതിയ കാസ്റ്റസ് വരാൻ തുടങ്ങി. നോക്കിയാലോ, ആസ് ദ എക്കണോമി ആൻഡ് ദ നീഡ്സ് ഓഫ് സൊസൈറ്റി ഗ്രൂ, ആളുകളുടെ ആവശ്യങ്ങളൊക്കെ ഏറി വരികയാണ്. അപ്പൊ പീപ്പിൾ വിത്ത് ന്യൂ സ്കിൽസ് വെയർ ഓൾസോ റിക്വയർഡ് ഫോർ എവറി ഫീൽഡ്. അങ്ങനെ സ്മോളർ കാസ്റ്റസ് ഒക്കെ ഇവോൾവ് ചെയ്യാണ് വർണ്ണ സിസ്റ്റത്തില്. അപ്പൊ അതിനെ കുറിച്ച് നമുക്ക് നെക്സ്റ്റ് സ്ലൈഡിൽ നോക്കാം. അതാണ് വർണ്ണ സിസ്റ്റം എന്ന് പറയുന്നത്. സോഷ്യലി ആളുകളെ ഡിവൈഡ് ചെയ്യാണ്. എങ്ങനെയൊക്കെ? ഫസ്റ്റ് ടോപ്പർ വൺ ഏതാ മക്കളെ? ഇറ്റ് ഈസ് ബ്രാഹ്മൺസ് ആണ് അല്ലെ, ടോപ്പർ വൺ. സെക്കൻഡോ ഇറ്റ് ഈസ് ക്ഷത്രിയാസ്. പിന്നെയോ ഇറ്റ് ഈസ് വൈശ്യാസ് അല്ലെ, വൈശ്യാസ്. Okay, and next one it is Sudras. Okay, പിന്നെ ഏറ്റവും ലാസ്റ്റ് ഔട്ട്കാസ്റ്റ് ഹരിജൻസ് ലാസ്റ്റ് വരും. ബ്രാഹ്മിൻസ് ആണ് എപ്പോഴും ടോപ്പ് വർണ്ണ സിസ്റ്റത്തില്. പിന്നെ രണ്ടാമത് വരുന്നത് ക്ഷത്രിയാസ് ആണ്, മൂന്നാമത് വൈശ്യാസ്, ഫോർത്ത് വൺ ശൂദ്രാസ്. ഈ ടെനൻസും പെസൻസും ഒക്കെ ശൂദ്രാസിലായിരിക്കും. ഓക്കെ, on the other hand, many tribes and social groups were taken into caste-based society and given the status of jadis. അപ്പൊ കുറെ ട്രൈബൽ സെക്ഷൻ ഓഫ് പീപ്പിളിനെ കൊണ്ടുവന്നിട്ട് അവരെ ഈ കാസ്റ്റ് ബേസ്ഡ് ആയിട്ടുള്ള സൊസൈറ്റിയിലേക്ക് എന്ത് ചെയ്തു, അവിടെ സെറ്റിൽ ചെയ്യിപ്പിച്ചു. എന്നിട്ട് ഓരോ ട്രൈബൽ സെക്ഷനെയും ഓരോ ജാതിയിലേക്ക് ആക്കി ഇവോൾവ് ചെയ്തു എന്നാണ് പറയുന്നത്. ഓക്കെ, the specialized artisans, smith, carpenters and masons were also recognized as separate jati by the brahmanas. ഈ ബ്രാഹ്മണാസ് ഇങ്ങനെ എന്താ കാർപ്പന്റേഴ്സിനെ, സ്മിത്തിനെ, ബ്ലാക്ക് സ്മിത്തിനെ ഒക്കെ ഒരു ഗ്രൂപ്പ് ഓഫ് കാസ്റ്റിൽ ഉൾപ്പെടുത്തി ബ്രാഹ്മണാസ്. അതുപോലെ ജാതീസ് rather than varna become the basis for organizing society. ഓരോ റാങ്കിങ്ങിൽ ഇരിക്കണമെങ്കിൽ നല്ല റാങ്കിങ്ങിലുള്ള ജാതിയിലുള്ള ആളുകളെ നല്ല റാങ്കിങ്ങിലുള്ള ജോബില് നിലനിർത്തുന്നു. അങ്ങനെയുള്ള ഒരു സൊസൈറ്റി ആയിട്ട് മാറി എന്നാണ് പറയുന്നത്. On the other hand, many tribes and social groups were taken into caste-based society. കുറെ ട്രൈബ്സിനെ ഇത്തരത്തിലുള്ള കാസ്റ്റ് ബേസ്ഡ് സൊസൈറ്റിയിലേക്ക് അവര് ലിങ്ക് ചെയ്യിപ്പിച്ചു. അങ്ങനെ ഓരോ ട്രൈബൽ സെക്ഷനെയും ഓരോ ജാതിയിലേക്ക് അവർ ഉൾപ്പെടുത്തി എന്നാണ് പറയുന്നത്. എങ്ങനെ? സ്മിത്ത്, അതുപോലെ തന്നെ കാർപ്പന്റേഴ്സ്, മേസൺസിനൊക്കെ ഒരു കാറ്റഗറി ഓഫ് കാസ്റ്റില് ബ്രാഹ്മണാസ് ഉൾപ്പെടുത്തി എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പൊ ജാതിയായി പിന്നെ ആളുകളെ നിശ്ചയിക്കേണ്ട ഒരു മാനദണ്ഡമായി നമ്മുടെ സൊസൈറ്റിയിൽ മാറിക്കഴിഞ്ഞിരിക്കുന്നു അല്ലെ. among the kshatriyas, ഇനി ക്ഷത്രിയാസ് എന്ന് പറയുന്നത് ഏത് കാറ്റഗറി ആയിരിക്കും? It is the new Rajput clans became powerful by the 11th and 12th centuries. Okay, അങ്ങനെ among the kshatriyas എന്ന് പറയുമ്പോൾ ആ ഒരു ഇതിലുള്ള ഗ്രൂപ്പിലുള്ള ന്യൂ രാജ്പുട്ട് ആളുകൾ, റൂളേഴ്സ് അവിടെ പവർഫുൾ ആയിട്ട് വന്നു. They belong to different lineages such as ഹൂണാസ്. ഇത്തരത്തിലുള്ള രാജ്പുട്ട് ക്ലാൻസ് എന്ന് പറയുന്നവര് ഏതൊക്കെ ട്രൈബ്സിലുള്ള ആളുകളാണ്? ഹൂണാസ്, ചണ്ടാലാസ് എന്ന് പറയുന്ന അല്ലെങ്കിൽ ചൗലക്യാസ് എന്ന് പറയുന്ന കാസ്റ്റിൽ ഉൾപ്പെട്ടവരായിരിക്കും രാജ്പുട്ട് ക്ലാൻസ് എന്ന് പറയുന്നവര്. ക്ഷത്രിയാസ് ആ ഒരു ഗ്രൂപ്പിലുള്ളവർ ഹൂണാസ്, ചണ്ടാലാസ് ഓർ ചൗലക്യാസ്. സം ഓഫ് ദിസ് ടു ഹാഡ് ബീൻ ട്രൈബ്സ് ഏർലിയർ. അപ്പൊ എന്താണ് പറയുന്നത്? ഇത്തരത്തിലുള്ള ക്ഷത്രിയാസിന്റെ ഇതിൽ വരുന്നതാണ് ന്യൂ രാജ്പുട്ട് ക്ലാൻസ്. പവർഫുൾ ആയി 12ാം നൂറ്റാണ്ടില് പവർഫുൾ ആയിട്ടുള്ള ഒരു ഇതായിരുന്നു, കിങ്ഡം ആയിരുന്നു രാജ്പുട്ട്. ഇത്തരത്തിലുള്ള ആളുകൾ, ഈ ഒരു രാജ്പുട്ട് ഇതിനെ ഫോളോ ചെയ്യുന്ന ആളുകൾ ഏതൊക്കെ കാസ്റ്റ് ഗ്രൂപ്പിലുള്ളവരാണ്? ഹൂണാസ് ഓർ ചണ്ടാലാസ് ഓർ ചൗലക്യാസ്. ഓക്കെ, ആൻഡ് ഇങ്ങനെയുള്ള ട്രൈബൽ സെക്ഷനെ അല്ലെങ്കിൽ ഈ ഗ്രൂപ്പിനെ രാജ്പുട്സ് എന്നാണ് അറിയപ്പെടുന്നത്. ദേ ഗ്രാജുവലി റീപ്ലേസ് ദ ഓൾഡർ റൂളേഴ്സ് എസ്പെഷ്യലി ഇൻ അഗ്രികൾച്ചറൽ ഏരിയാസ്. ഇവര് പണ്ടുള്ള ഈ രാജ്പുട്ട് റൂളേഴ്സ് എന്ന് പറയുന്നവര് മുൻപുള്ള റൂളേഴ്സിനെ മാറ്റി പുതിയ റൂളേഴ്സിനെ അവർ കൊണ്ടുവന്നു.
Okay, and here a developed society was emerging and rulers used their wealth to create powerful state. അപ്പൊ ഇത്തരത്തിലുള്ള റിച്ച് ആയിട്ടുള്ള പവർഫുൾ റൂളേഴ്സ് ഇത്തരത്തിലുള്ള സ്റ്റേറ്റിനെ നല്ല രീതിയിൽ മാറ്റാൻ അവർക്ക് ഓരോ ട്രിക്സ് തോന്നി. എങ്ങനെ അവർ എന്ത് ചെയ്തു, ഈ അഗ്രികൾച്ചറലിസ്റ്റ് ഏരിയാസിന് നല്ല രീതിയിൽ മാറ്റം കൊണ്ടുവരാൻ അവർ തീരുമാനിച്ചു എന്നാണ് പറയുന്നത്. രാജ്പുട്ട് റൂളേഴ്സ് അല്ലെ. മെനി ഓഫ് ദിസ് ക്ലാൻസ് കെയിം ടു ബി റിഗാർഡഡ് ആസ് രാജ്പുട്സ്. They gradually replaced the older rulers, and also here a developed society was emerging under the Rajput എന്നാണ് പറയുന്നത്. Okay. And the rise of Rajput clans, അങ്ങനെ Rajput rulers വന്നു. ഇത്തരത്തിലുള്ള ട്രൈബൽ and the position of rulers set an example for the tribal people to follow. അപ്പോ ഈ Rajput rulersന്റെ ruling pattern ആര് ഫോളോ ചെയ്യാൻ തുടങ്ങി? ട്രൈബൽ സെക്ഷൻ ഓഫ് പീപ്പിൾ ഫോളോ ചെയ്യാൻ തുടങ്ങി അല്ലേ. അങ്ങനെ gradually with the support of Brahmanas many tribes became part of caste system. അങ്ങനെ ബ്രാഹ്മൺസിന്റെ നേതൃത്വത്തിൽ തന്നെ കുറെ കാസ്റ്റസ് ഇത്തരത്തിലുള്ള വർണ്ണ സിസ്റ്റത്തിൽ ഉൾപ്പെട്ടു. But only the leading tribal families could join the ruling class. എന്നുവെച്ചാൽ അത്രയും ഫേമസ് ആയിട്ടുള്ള പവർഫുൾ ആയിട്ടുള്ള ട്രൈബൽ ഫാമിലീസിന് മാത്രമേ ഇത്തരത്തിലുള്ള റൂളിംഗ് ക്ലാസ് എന്ന് പറയുന്ന സെക്ഷനിലേക്ക് ഉൾപ്പെടാൻ പറ്റുള്ളൂ എന്നാണ് പറയുന്നത്. ഓക്കെ, ഇറ്റ് ഈസ് ദ റൈസ് ഓഫ് രാജ്പുട്ട് ക്ലാൻസ് ടു ദ പൊസിഷൻ ഓഫ് റൂളേഴ്സ് സെറ്റ് an example for the tribal people to follow. Second point, gradually with the support of Brahmanas, many tribes became part of caste system, but only the leading tribal families could join the ruling class. Okay. അങ്ങനെ ലാർജ് മെജോറിറ്റി ഓഫ് പീപ്പിൾ ഏതിൽ ജോയിൻ ചെയ്തു? ദ ജോയിൻ ദ ലോവർ ജാതീസ് ഓഫ് കാസ്റ്റ് സൊസൈറ്റിയിൽ ജോയിൻ ചെയ്തു. അതർ ഹാൻഡ്സ് മെനി ഡൊമിനന്റ് ട്രൈബ്സ് ഓഫ് പഞ്ചാബ്, Sindh and northwest frontier had adopted Islam quite early. അപ്പോ ഒരു സെക്ഷൻ ഓഫ് ആളുകൾ, കുറെ ആളുകൾ ഇതിലേക്ക് ലോവർ ജാതിയിൽ, താഴ്ന്ന ജാതിയിലേക്ക് വരികയും അതുപോലെ തന്നെ പഞ്ചാബ്, സിന്ധ് അതുപോലെ തന്നെ നോർത്ത് വെസ്റ്റേൺ റീജിയൻസിലെ ആളുകൾ എന്ത് അഡോപ്റ്റ് ചെയ്തു? ഇസ്ലാം അവരുടെ ഇതാക്കി മാറ്റി, റിലീജിയൻ ആക്കി മാറ്റി. And they continue to reject the caste system. അപ്പൊ അങ്ങനെയുള്ള പഞ്ചാബില്, സിന്ധില്, നോർത്ത് വെസ്റ്റേൺ റീജിയൻസിലെ ആളുകള് ഇത്തരത്തിലുള്ള കാസ്റ്റ് സിസ്റ്റത്തിനെ, ബ്രാഹ്മൺസ് കൊണ്ടുവന്ന കാസ്റ്റ് സിസ്റ്റത്തിനെ അവർ അനുകൂലിക്കുന്നില്ല. ഓക്കെ, the unequal social order and prescribed by orthodox Hinduism was not widely accepted in this area. ഇത്ര അന്ധവിശ്വാസമുള്ള ഹിന്ദുയിസം ഒന്നും ആരും എന്താക്കിയില്ല, ഫോളോ ചെയ്തില്ല. It is a large majority joined the lower jati of caste society. On the other hand, many dominant tribes of Punjab, Sindh and northwest frontier had adopted Islam quite early. They continued. ഇത്തരത്തിലുള്ള പഞ്ചാബിലും സിന്ധിലുമുള്ള ഡൊമിനന്റ് ട്രൈബ്സ് റിജക്ട് ചെയ്തു ഇത്തരത്തിലുള്ള ജാതി സിസ്റ്റം ഓഫ് ബ്രാഹ്മണാസ് എന്നാണ് പറയുന്നത്. ഓക്കെ, ഇനി നമുക്ക് ഓരോ ട്രൈബ്സിനെയും ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് ഡീപ്പായിട്ട് അറിഞ്ഞാലോ? ഇത് ഫസ്റ്റ് പ്രൊമിനന്റ് വൺ ആണ് ദ ഗോൺസ് എന്ന് പറയുന്നത്. വാട്ട് ഇസ് ദ ഗോൺസ്? അപ്പൊ ദ ഗോൺസ് എന്ന് പറയുന്ന ടൈപ്പ് ഓഫ് ട്രൈബൽ പീപ്പിൾ എവിടെയാ ജീവിക്കുന്നത്? They were living in a vast forested region called Gondwana എന്ന് പറയുന്ന സ്ഥലത്ത് അവർ നിലയുറപ്പിച്ചത് കൊണ്ട്, അവർ താമസിക്കുന്നതുകൊണ്ടാണ് അവർക്ക് ഗോൺസ് എന്ന് പറയുന്ന ഒരു ട്രൈബ് നെയിം വന്നത് അല്ലെ. ഗോണ്ട്വാന, GONDWANA എന്നാണ് ഗോൺസ് എന്ന് പറയുന്ന ട്രൈബൽ സെക്ഷൻ ഓഫ് പീപ്പിളിന്റെ അവർ സെറ്റിൽ ചെയ്യുന്ന ആ ഒരു ഏരിയന്റെ പേര് എന്ന് പറയുന്നത്. It is a country inhabited by Gonds. Gonds tribe സെറ്റിൽ ചെയ്യുന്ന രാജ്യമാണ് ഗോണ്ട്വാന എന്ന് പറയാം. അവരെ എന്ത് ജോബ് ചെയ്തിട്ടാണ് ഗോൺസ് അവിടെ ജീവിച്ചിരുന്നത് മക്കളെ? They mainly practiced shifting cultivation. ഒരു സ്ഥലത്ത് അവര് ഇപ്പൊ റൈസ് ആണ് കൾട്ടിവേറ്റ് ചെയ്തതെന്ന് വിചാരിക്കാം. അപ്പൊ അവിടെ ആ ഒരു സോയില് റൈസ് കൾട്ടിവേറ്റ് ചെയ്താൽ പിന്നെ വേറൊരു ക്രോപ്പ് അവർ കൾട്ടിവേറ്റ് ചെയ്യില്ല. പിന്നെ വേറൊരു സ്ഥലം അവർ തപ്പിപ്പിടിച്ച് വേറെ സ്ഥലത്ത് കൾട്ടിവേറ്റ് ചെയ്യും. അതാണ് ഷിഫ്റ്റിംഗ് കൾട്ടിവേഷൻ എന്ന് പറയുന്നത്. And the large Gond tribe was further divided into many smaller clans. ഇത്തരത്തിലുള്ള ലാർജ് പോപ്പുലേഷൻ ഓഫ് ട്രൈബ് ആണ് ഗോൺസ് എന്ന് പറയുന്നത്. ഈ ഗോൺസിന്റെ ഇടയിൽ തന്നെ ഈ ഗോണ്ട് എന്ന് പറയുന്ന ലാർജ് സെക്ഷൻ ചെറിയ ചെറിയ സ്മോൾ ട്രൈബ്സ് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. And each clan had its own raja or rai. Okay, ഓരോ സെക്ഷൻ ഓഫ് ഈ ഒരു ഗോൺസ് എന്ന് പറയുന്ന സെക്ഷനും രാജാക്കന്മാരുണ്ട്. അതിന്റെ തനതായിട്ടുള്ള രാജാക്കന്മാരുണ്ട് എന്നാ പറയുന്നത്. അപ്പൊ ഗോൺസ്
ഗോണ്ട്സ് എന്ന് പറയുന്ന ട്രൈബ് എവിടെയാ ജീവിച്ചിരുന്നത്? They lived in a vast forested region called Gondwana. Gondwana സ്പെല്ലിംഗ് എന്താ? Gondwana. അവര് പ്രാക്ടീസ് ചെയ്ത വർക്ക് എന്താണ്? ജോബ് എന്താണ്? ഗോണ്ട്സ് they practiced shifting cultivation. പിന്നെ ഈ ഒരു ലാർജ് ഗോണ്ട്സ് were divided into many smaller tribes and each tribe had its own raja or rai. Okay, ഇതാണ് ഗോണ്ട് ട്രൈബ്സ് കേട്ടോ. Okay, about the time that the power of Delhi sultans were declining, അങ്ങനെ ഡൽഹി സുൽത്താൻസിന്റെ ഭരണം കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. A few large Gond kingdoms were beginning to dominate the smaller Gond chiefs. അങ്ങനെ വലിയ ഗോണ്ട് കിങ്ഡം രാജാക്കന്മാരൊക്കെ ചെറിയ ഗോണ്ട് ട്രൈബ്സും കൂടെ അവരുടെ കീഴിലാക്കി. അങ്ങനെ second point, the Akbarnama history of Akbar's reign mentions the Gond kingdom of Garha Khadanga that had 70,000 villages. എന്ന് പറയുമ്പോ അക്ബർനാമ എന്ന് പറയുന്ന പുസ്തകത്തില് അക്ബറിന്റെ ഓരോ റെയിൻ, അക്ബർ ഭരിച്ചുകൊണ്ടിരിക്കുമ്പോ ഉള്ള കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോ അക്ബർ ആ ഒരു ഹിസ്റ്ററി ബുക്കിൽ മെൻഷൻ ചെയ്ത ഒരു കാര്യമായിരുന്നു ഗോണ്ട് കിങ്ഡം എന്ന് പറയുന്നത്. വലിയ ലാർജ് ട്രൈബൽ സെക്ഷൻ ആണ്. അവർക്ക് 70,000 ഗ്രാമങ്ങൾ അവരുടെ അണ്ടറിൽ ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. അവർ കീഴടക്കിയിരുന്നു എന്നാണ് പറയുന്നത്. ഓക്കെ, അതാണ് നമ്മൾ പറഞ്ഞത്. വലിയ വലിയ രാജാക്കന്മാരുടെ ഇടയിൽ വരെ ഇതിന് നല്ല രീതിയിൽ ഗോണ്ട് കിങ്ഡത്തിന് വലിയ രീതിയിൽ പ്രശസ്തി ഉണ്ട് എന്ന് പറയുന്നത്. ഇത്തരം ഗ്രാമങ്ങളൊക്കെ അവരുടെ കയ്യിലില്ലേ? It is about the time that the power of Delhi sultans was declining. A few large Gond kingdoms were beginning to dominate the smaller Gond chiefs. വലിയ ലാർജ് സെക്ഷൻ ഓഫ് ഗോണ്ട് കിങ്ഡംസ് ചെറിയ ഗോണ്ട് സെക്ഷൻ അവർ ഡോമിനേറ്റ് ചെയ്തു, സബ്ജുഗേറ്റ് ചെയ്തു. അങ്ങനെ അക്ബർനാമ എന്ന് പറയുന്ന അക്ബറിന്റെ ഭരണകാലത്തുള്ള ഇതിൽ പോലും മെൻഷൻ ചെയ്തിട്ടുണ്ട് ഗോണ്ട് കിങ്ഡം ഓഫ് ഗർഹ കദംഗ എന്ന് പറയുന്ന ആളുടെ. അവിടെ അവർക്ക് അവരുടേതായി 70,000 വില്ലേജസും ഉണ്ട്. ഓക്കെ, ഇതാണ് അക്ബർനാമ എന്ന് പറയുന്ന പുസ്തകം കേട്ടോ. അക്ബറിന്റെ ഭരണകാലത്ത് നടന്നിട്ടുള്ള സംഭവങ്ങളൊക്കെ ഉൾപ്പെടുത്തിയിട്ടുള്ള ബുക്കാണ്. ഏത് മക്കളെ? അക്ബർനാമ. ഓക്കെ, and the administrative system of this kingdoms was becoming centralized. അപ്പൊ എന്താണ്? ഇത്തരത്തിലുള്ള ഗോണ്ട് കിങ്ഡം സെൻട്രലൈസ്ഡ് ആയി മാറി. അങ്ങനെ കിങ്ഡം ഡിവൈഡ് ചെയ്തു. എങ്ങനെ? ഈ ഗോണ്ട് കിങ്ഡം ഇറ്റ് ഈസ് ഗർഹ് ആയിട്ട് ഡിവൈഡ് ചെയ്തു, വിഭജിച്ചു. ആൻഡ് ഈച്ച് ഗർഹ് വാസ് കൺട്രോൾഡ് ബൈ പെർട്ടിക്കുലർ ഗോണ്ട് ക്ലാൻ. ഓരോ ഗർഹിനും എന്ന് വെച്ചാൽ ഇത്തരത്തിലുള്ള ഗോണ്ട് കിങ്ഡം ഡിവൈഡ് ചെയ്തു. ഗർഹ് എന്നാണ് പറയുക, GARHS. ഈ ഒരു ഈച്ച് ഗർഹ് ഓരോ ഡിവിഷനും ഓരോ കിങ് ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. ഓക്കെ, അങ്ങനെ ഈ ഒരു കിങ്ഷിപ്പ് പിന്നെ ഡിവൈഡ് ചെയ്തു. ദിസ് വാസ് ഫർദർ ഡിവൈഡഡ് ഇൻടു യൂണിറ്റ്സ് ഓഫ് 84 വില്ലേജസ്. അവർക്ക് 70,000 വില്ലേജസ് ഉണ്ടെന്ന് പറഞ്ഞല്ലോ ഇത്തരത്തിലുള്ള ഗോണ്ട് ട്രൈബൽ സെക്ഷന്. അപ്പൊ ഓരോ വില്ലേജസിനും എന്തായി? ദിസ് വാസ് ഫർദർ ഡിവൈഡഡ് ഇൻടു യൂണിറ്റ്സ് ഓഫ് 84 വില്ലേജസ് ആയിട്ട് ഡിവൈഡ് ചെയ്തു. അങ്ങനെ ആ ഒരു ഡിവൈഡ് ചെയ്ത് പറയുന്ന ടേം ആണ് ചൗറാസി. ഓക്കെ, അപ്പൊ എന്താണ് പറഞ്ഞത്? ഓരോ ഈ ഗോണ്ട് കിങ്ഡം ഡിവൈഡ് ചെയ്തു, ചെറിയ ചെറിയ കിങ്ഡം ആയിട്ട് ഡിവൈഡ് ചെയ്തു. അതിന് പറയുന്നത് ഗർഹ്സ് ആണ്, ഗർഹ്. ഓക്കെ, അങ്ങനെ ഇത്തരത്തിലുള്ള ഈ ഗർഹിനെ പിന്നെ വീണ്ടും ഡിവൈഡ് ചെയ്തു 84 വില്ലേജസ് ആയിട്ട്. 84 വില്ലേജസ് പല കിങ്സ് റൂൾ ചെയ്യുന്നത്. അതിന് പറയുന്ന പേര് ചൗറാസി, CHAURASI. ഓക്കെ, അങ്ങനെ ഇത്തരത്തിലുള്ള ചൗറാസി നമ്മൾ പറഞ്ഞു ഗോണ്ട് കിങ്ഡം ഗർഹായിട്ട് ഡിവൈഡ് ചെയ്തു. ഗർഹ് പിന്നെയും 84 വില്ലേജസ് ആയി ഡിവൈഡ് ചെയ്തു. അതാണ് ചൗറാസി എന്ന് പറയുന്നു. ചൗറാസി പിന്നെയും ഡിവൈഡ് ചെയ്തു, 84 വില്ലേജസ് പിന്നെയും ഡിവൈഡ് ചെയ്തു. എന്തായിട്ട്? ബർഹോട്സ് ആയിട്ട് ഡിവൈഡ് ചെയ്തു. ബർഹോഡ് സ്പെല്ലിംഗ് എന്താണ്? BARHOTS, which were made up of 12 villages. 84 വില്ലേജ് ആയിട്ടുള്ള ചൗറാസി പിന്നെയും ഡിവൈഡ് ചെയ്തു. അതിന് പറയുന്ന പേര് ബർഹോട്സ് എന്നാണ്. ബർഹോട്സ് എന്ന് പറയുമ്പോൾ ഈച്ച് സെക്ഷനിൽ 12 വില്ലേജസ് ആണ് അല്ലെ? ഓക്കെ, the emergence of large states changed the nature of Gond society. അങ്ങനെ ഇന്ത്യൻ സംസ്ഥാനങ്ങൾ എണ്ണം കൂടി വന്നു. അത് ഈ ഗോണ്ട് സൊസൈറ്റി, ഗോണ്ട് ട്രൈബൽ സെക്ഷന് വലിയ തരത്തിലുള്ള മാറ്റം ഉണ്ടാക്കി എന്നാണ് പറയുന്നത്.
Okay, their basic equal society is divided into unequal social classes. അങ്ങനെ ഈക്വൽ ആയിട്ടുള്ള ഗോണ്ട് സൊസൈറ്റി അൺഈക്വൽ ക്ലാസസ് ആയിട്ട് മാറി എന്നാണ് പറയുന്നത്. The Chaurasi was subdivided into barhots which were made up of 12 villages each, and the emergence of large states changed the nature of Gond society. And last point, their basically equal society gradually got divided into unequal class society. Okay. And the Brahmanas നല്ല തരത്തിലുള്ള ഓഫറുകളൊക്കെ ആരെ കയ്യിൽ നിന്ന് കിട്ടിയിരുന്നു? It is from the Gond Rajas. Gond രാജാക്കന്മാരിൽ നിന്ന് കിട്ടിയിരുന്നു. And became more influential. അത് അവരുടെ പ്രശസ്തരാക്കാൻ തുടങ്ങി എന്നാണ് പറയുന്നത്. ബ്രാഹ്മണാസ് ഗോണ്ട് രാജാക്കന്മാരുമായിട്ട് നല്ല ബന്ധത്തിലായിരുന്നു കേട്ടോ. അപ്പൊ കുറെ ലാൻഡ് ഗ്രാൻഡ്സ് ഒക്കെ ഇവർക്ക് ലഭിച്ചു ബ്രാഹ്മണാസിന്. And the Gond chiefs now wish to be recognized as രാജ്പുട്ട്. അപ്പൊ ഇത്തരത്തിലുള്ള ഗോണ്ട് ട്രൈബിലുള്ള രാജാക്കന്മാർ എന്തായിട്ട് അറിയപ്പെട്ടു? രാജ്പുട്സ് എന്ന് പറയുന്ന പേരിൽ അറിയപ്പെട്ടു. സോ അമൻദാസ്, the Gond Raja of Garha Kadanga, assumed the title of Sangram Shah. അങ്ങനെ അമൻദാസ് എന്ന് പറയുന്ന ഗോണ്ട് രാജ ഓഫ് ഗർഹ കദങ്കയിലുള്ള ഗോണ്ട് രാജ ആയിട്ടുള്ള അമൻദാസ് എന്ത് പേരിൽ അറിയപ്പെട്ടു? ഇറ്റ് ഈസ് ഇൻ ദ ടൈറ്റിൽ ഓഫ് സംഗ്രം ഷാ എന്ന് പറയുന്ന പേരിൽ അറിയപ്പെട്ടു. ഇറ്റ് ഈസ് Brahmanas received land grants from the Gond Rajas and became more influential, and the Gond chiefs now wish to be recognized as Rajput. So Amandas, the Gond Raja of Garha Kadanga, assumed the title of Sangram Shah. അപ്പൊ സംഗ്രം ഷാ എന്ന് പറയുന്ന അമൻദാസിന്റെ മകനാണ് ആര്? ദാൽബത്ത്, DALPAT. They married Princess ദുർഗാവതിനെ. അമൻദാസിന്റെ മകൻ ദൽബത്ത് ദുർഗാവതി എന്ന് പറയുന്ന ആളെ കല്യാണം കഴിച്ചു. ദുർഗാവതി ആരെ മകളായിരുന്നു? ദ ഡോട്ടർ ഓഫ് സൽബഹാൻ, ദ ചണ്ടേൽ രാജ്പുട്ട് രാജ ഓഫ് മഹോബ. ചണ്ടേൽ ട്രൈബൽ ഗ്രൂപ്പിലുള്ള രാജയായിട്ടുള്ള മഹോബയിലെ രാജാവായിട്ടുള്ള ആളാണ് സൽബഹാൻ. സൽബഹാന്റെ മകളെയാണ് അമൻദാസിന്റെ മകൻ കഴിച്ചത്. ആൻഡ് ദൽബാത്ത് however died early. ദൽബാത്ത് ചെറിയ പ്രായത്തിൽ തന്നെ മരിച്ചു. And Rani Durgavati was very capable and started ruling on behalf of her 5-year-old son Bir Narain. അപ്പോ ഈ ദൽബാത്തിന് ഒരു മകൻ ഉണ്ടായിരുന്നു. ഇറ്റ് ഈസ് ബിർ നരൈൻ. അപ്പോ ദൽബാത്ത് നേരത്തെ മരിച്ചുകൊണ്ട് അദ്ദേഹത്തിന്റെ വൈഫ് ഇവിടെ റൂൾ ചെയ്യാൻ തുടങ്ങി എന്നാണ് പറയുന്നത്. ഓക്കെ. And under her the kingdom became even more extensive. ദുർഗാവതി ഭരിക്കാൻ തുടങ്ങിയപ്പോ നല്ല രീതിയിലുള്ള മാറ്റങ്ങൾ സൊസൈറ്റിയിൽ വന്നു. അങ്ങനെ 1565 1565 the Mughal forces under Asif Khan attacked Garha Kadanga. അങ്ങനെ മുഗൾ മിലിറ്ററി ആർമി 1565 എവിടെ വന്ന് അറ്റാക്ക് ചെയ്തു? ഗർഹ കദംഗ അറ്റാക്ക് ചെയ്യാൻ വേണ്ടി വന്നു. എ സ്ട്രോങ് റെസിസ്റ്റൻസ് വാസ് പുട്ട് അപ്പ് ബൈ റാണി ദുർഗാവതി. അവരെ എതിർക്കാൻ വേണ്ടിയിട്ട് നല്ല ആർമിയാണ് അവർ ദുർഗാവതി സെറ്റപ്പ് ചെയ്ത് വെച്ചത് അല്ലെ. അണ്ടർ ദുർഗാവതി ദ കിങ്ഡം ബിക്കം ഈവൻ മോർ എക്സ്റ്റെൻസീവ്. ആൻഡ് ഇൻ 1565 ദ മുഗൾ ഫോഴ്സസ് അണ്ടർ ആസിഫ് ഖാന്റെ നേതൃത്വത്തിലുള്ള മുഗൾ എംപയർ, മുഗൾ മിലിറ്ററി ആർമി അറ്റാക്ഡ് ഗർഹ Kadanga kingdom of Durgavati, but Durgavati made a strong resistance, okay, against the Mughal rulers. And she was defeated. പക്ഷെ ദുർഗാവതിക്ക് അധികം റെസിസ്റ്റ് ചെയ്യാൻ പറ്റിയില്ല. മുഗൾ റൂളേഴ്സിന് അത്രയും വലിയ ആർമിയൊക്കെ ആണല്ലോ. പക്ഷെ അവള് കീഴടങ്ങിയില്ല. ഓക്കെ, അതിനു പകരം അവള് സ്വയം മരിച്ചു. Her son too died fighting soon after. Garha Kadanga was a rich state. അങ്ങനെ ഇവരുടെ മകനും ഇത്തരത്തിലുള്ള ഒരു ഫൈറ്റിലാണ് മരിച്ചത്. It earned much wealth by trapping and exporting wild elephants to other kingdom. എന്നുവെച്ചാൽ കൂടുതൽ വെൽത്ത് അവര് അങ്ങനെ മുഗൾസ് എന്ത് ചെയ്തു? ഇവരുടെ വൈൽഡ് എലിഫന്റ്സിനൊക്കെ അവരുടെ ഇതിലേക്ക് മാറ്റി. When the Mughals defeated the Gonds, they captured huge booty of precious coins, elephants ഒക്കെ അവര് കീഴടക്കി. ഇത്തരത്തിലുള്ള ഗർഹ കദംഗന്റെ വൈൽഡ് എലിഫന്റ്സ് ഒക്കെ അതുപോലെ തന്നെ പ്രഷ്യസ് കോയിൻസ് ഒക്കെ ആര് കൈക്കലാക്കി? മുഗൾ എംപയർ കൈക്കലാക്കി. She was defeated and preferred to die rather than surrender, and her son too died fighting
അല്ലെ, ബിർ നരേൻ എന്നാണ് ദൽബത്ത് ആൻഡ് ദുർഗാവതിന്റെ മകന്റെ പേര് അല്ലെ. സൺ ടു ഡൈഡ് ഫൈറ്റിംഗ് സൂൺ ആഫ്റ്റർ ഗർഹ കദംഗ വാസ് എ റിച്ച് സ്റ്റേറ്റ്. എന്ന് വെച്ചാൽ മകൻ മരിച്ചത് എങ്ങനെയാണ്, അതൊരു റിച്ച് സ്റ്റേറ്റ് ആക്കി വളർത്തിയതിനു ശേഷമാണ് ബിർ നരേൻ അവിടെ മരണപ്പെട്ടത് ഒരു ഫൈറ്റില്. എന്ന് വെച്ചാല് കുറെ വൈൽഡ് എലിഫന്റ്സിനെയൊക്കെ എക്സ്പോർട്ട് ചെയ്ത് പ്രഷ്യസ് ആയിട്ടുള്ള കോയിൻസ് ഒക്കെ ഉള്ള സ്റ്റേറ്റ് ആയതുകൊണ്ട് മുഗൾ ചക്രവർത്തിമാർ ഇവിടെ വന്നിട്ട് വൈൽഡ് ആനിമൽസിനെയൊക്കെ അവരുടെ സ്റ്റേറ്റിലേക്ക് എക്സ്പോർട്ട് ചെയ്തു എന്നാണ് പറയുന്നത്. They annexed part of the kingdom. അങ്ങനെ മുഗൾ കിങ്ഡം കൂടുതൽ ആര് കൈക്കലാക്കി, അങ്ങനെ ഇത്തരത്തിലുള്ള ഗോണ്ട് കിങ്ഡംസ് ഒക്കെ ഗർഹ കദംഗ റീജിയൻസ് ഒക്കെ ആര് കൈക്കലാക്കി, മുഗൾ എംപയേഴ്സ് കൈക്കലാക്കി അല്ലെ. ഓക്കെ, എന്നിട്ട് ബാക്കിയുള്ളത് ആർക്ക് കൊടുത്തു, ചന്ദ്രഷാ എന്ന് പറയുന്ന നരേന്റെ അങ്കിളിന് കൊടുത്തു. ഓക്കെ, and despite the fall of Garha Kadanga, Gond kingdom survived for some time. ഇത് ഫുൾ ആയിട്ട് സബ്ജുഗേറ്റ് ചെയ്യാൻ, നിലം പറ്റിക്കാൻ ആർക്ക് കഴിഞ്ഞില്ല, മുഗൾ എംപയർ കഴിഞ്ഞില്ല. They became much weaker, later struggled unsuccessfully against the strong Bandelas and Marathas. പിന്നെ അവർക്ക് മണ്ടേലാസ് മറാത്താസ് തമ്മിലുള്ള ആ ഒരു യുദ്ധത്തിൽ അവര് തകർന്നടിഞ്ഞു എന്നാണ് പറയുന്നത് ഈ ഗോണ്ട് കിങ്ഡം. ഓക്കെ, ഇനി നെക്സ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന അനദർ ട്രൈബൽ ഗ്രൂപ്പ്, ഇറ്റ് ഈസ് അഹംസ്. ഓക്കെ, അപ്പൊ ഗോണ്ട് ട്രൈബിനെ കുറിച്ച് നമ്മൾ ഇപ്പൊ ഡിസ്കസ് ചെയ്തത്. ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അഹംസ് എന്ന് പറയുന്ന ട്രൈബൽ ഗ്രൂപ്പിനെ കുറിച്ചാണ്. ഓക്കെ, ദി അഹംസ്. The Ahams were migrated to Brahmaputra Valley. അല്ലെ, അഹംസ് എന്ന് പറയുന്ന ഗ്രൂപ്പ്, ട്രൈബൽ ഗ്രൂപ്പ് എവിടെ നിന്ന് മൈഗ്രേറ്റ് ചെയ്തവരാണ്, അവര് ബ്രഹ്മപുത്ര വാലിയിൽ നിന്ന് മൈഗ്രേറ്റ് ചെയ്തു വന്നവരാണ് അല്ലെ. എന്നിട്ട് എങ്ങോട്ടാണ് വന്നത്, പ്രസന്റ് മ്യാൻമർ എന്ന് പറയുന്ന സ്റ്റേറ്റിലേക്കാണ്, രാജ്യത്തേക്കാണ് അവർ വന്നത്. ഏതു വർഷമാണ് അവർ ചേക്കേറി വന്നത്, ഇൻ ദ 13th century, 13ാം നൂറ്റാണ്ടിലാണ് അല്ലെ അവർ ചേക്കേറി വന്നത്. ഇറ്റ് ഈസ് അഹംസ് മൈഗ്രേറ്റഡ് ടു ബ്രഹ്മപുത്ര വാലി. അവര് അഹംസ് എന്ന് പറയുന്ന ട്രൈബൽ ഗ്രൂപ്പ് ബ്രഹ്മപുത്ര വാലിയിലേക്ക് ചേക്കേറി. ഇറ്റ് ഈസ് ഇപ്പോ അത് മ്യാൻമർ എന്നാണ് അറിയപ്പെടുന്നത് അല്ലെ. ഫ്രം അവരെന്താണ്, ഏത് സ്ഥലത്ത് നിന്നാണ് അവർ ബ്രഹ്മപുത്ര വാലിയിലേക്ക് പോയത്, മ്യാൻമർ എന്ന് പറയുന്ന സ്ഥലത്തായിരുന്നു ഈ ഒരു ട്രൈബൽ സെക്ഷൻ ഉണ്ടായിരുന്നത്. അവര് ബ്രഹ്മപുത്ര വാലിയിലേക്ക് ചേക്കേറിയത് 13ാം നൂറ്റാണ്ടിലാണ്. At that time they created a new state. At that time they created a new state by suppressing the older political system of Boyans. Okay, അപ്പൊ അവര് ഈ ഒരു ബ്രഹ്മപുത്ര വാലിയിലേക്ക് വന്നു. അഹംസ് എന്ന് പറയുന്നവർ അവിടെ പണ്ടത്തെ ഒരു പൊളിറ്റിക്കൽ സിസ്റ്റം നിലനിന്നിരുന്നു, അതൊക്കെ അവർ ഇല്ലാതാക്കി പുതിയൊരു സ്റ്റേറ്റ് അവിടെ തുടങ്ങി എന്നുള്ളതാ പറയുന്നത്. അവിടെ ബൂയൻസ് എന്ന് പറയുന്ന ലാൻഡ് ലോർഡ്സിന്റെ ഒരു ഭരണമായിരുന്നു, അതൊക്കെ അവര് സപ്രസ് ചെയ്തു, ഇല്ലാതാക്കി. അങ്ങനെ ഡ്യൂറിങ് the 16th century, അങ്ങനെ 16ാം നൂറ്റാണ്ടില് they annexed the kingdoms of Chudiyas 1523 and of Koch Hajo and subjugated many other tribes. ഇവിടെയുള്ള ബ്രഹ്മപുത്ര വാലിയുള്ള പല ട്രൈബ്സിനെ ഇല്ലാതാക്കി അവരവിടെ രാജാക്കന്മാർ, ആര്, അഹംസ് അവിടെ രാജാക്കന്മാരായിട്ട് നിലകൊണ്ടു. ഏതൊക്കെ കിങ്ഡംസിനെ അവർ ഇല്ലാതാക്കിയ, ചൂഡിയാസ് ആൻഡ് ഓഫ് കൊച്ച് ഹജോ. ഓക്കെ, Chudiyas spelling CHHUTIYAS, Koch Hajo KOCHHAJO. Okay, Ahams is migrated to Brahmaputra Valley from present-day Myanmar in the 13th century, and they also created a new state by suppressing the older political system of Buyas എന്ന് പറയുന്ന ലാൻഡ് ലോർഡ് ആയിരുന്നു ബ്രഹ്മപുത്ര വാലി ഭരിച്ചിരുന്നത്. അത് ഒഴിവാക്കി അവർ ഭരിക്കാൻ തുടങ്ങി. ഏതൊക്കെ ട്രൈബ്സിനെ ഇല്ലാതാക്കിക്കൊണ്ട്, ഇറ്റ് ഈസ് മെയിൻലി 16th centuryയില് ചൂഡിയാസ് ആൻഡ് ഓഫ് കൊച്ച് ഹജോ എന്ന് പറയുന്ന ട്രൈബ്സിനൊക്കെ ഇല്ലാതാക്കിക്കൊണ്ട് അവരവിടെ ഭരണത്തിലേറി. ഇതാണ് അഹംസ് എന്ന് പറയുന്ന ട്രൈബൽ സെക്ഷൻ. ഓക്കെ, അങ്ങനെ അവർ ഭരണത്തിലേറിയപ്പോ അവിടെ അഹംസ് എന്ന് പറയുന്ന ട്രൈബൽ ഗ്രൂപ്പ് എന്തൊക്കെ മാറ്റങ്ങളാ മക്കളെ കൊണ്ടുവന്നത്. ദ അഹംസ് ബിൽറ്റ് എ ലാർജ് സ്റ്റേറ്റ്, ഒരു വലിയ സ്റ്റേറ്റ് ആണല്ലേ അവിടെ ഉണ്ടാക്കിയത്. ആൻഡ് ദേ യൂസ്ഡ് ഫയർ ആർംസ് ആസ് ഏർലി ആസ് 1530s. ആൻഡ് ഫോർ ദിസ്, ഇത്തരത്തിലുള്ള ലാർജ് സ്റ്റേറ്റ് ഉണ്ടാക്കാൻ വേണ്ടി അവർ യൂസ് ചെയ്ത ഫയർ ആർംസ് ആണ് എന്നാണ് പറയുന്നത്. അങ്ങനെ 1660 they could even make high quality gun powder and cannons. മിലിറ്ററി ആർമിക്ക് വേണ്ടിയിട്ട് ഗൺ പൗഡറും കനോൺസും ഒക്കെ ഇവർ ഉണ്ടാക്കി. However,
Ahams faced many invention from the southwest. ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി സെറ്റാക്കി വെച്ചെങ്കിലും റെസിസ്റ്റൻസ് ചെയ്യാൻ വേണ്ടി വെച്ചെങ്കിലും ചില തരത്തിലുള്ള ഇൻവെൻഷൻസ് സൗത്ത് വെസ്റ്റ് റീജിയൻസിൽ നിന്ന് അവർക്ക് നേരിടേണ്ടി വന്നിട്ടുണ്ട്. ഓക്കെ, അപ്പൊ എന്തൊക്കെയാ പറഞ്ഞത്? The Ahams built a large state and for this they used firearms as well as early as the 1530s അവർ എന്ത് ചെയ്തത്? ഒരു വലിയ സ്റ്റേറ്റ് അവർ കെട്ടിപ്പടുക്കിയത് അല്ലെ. ആൻഡ് 1660s ഈ അഹംസ് എന്ന് പറയുന്ന ട്രൈബൽ ഗ്രൂപ്പ് they even make high quality gunpowder and cannons. However, Ahams faced many invention from the southwest regions. Okay, അങ്ങനെ നമ്മൾ പറഞ്ഞല്ലോ സൗത്ത് വെസ്റ്റ് ഇൻവെൻഷൻസ് ഇവിടെ വന്നു എന്ന്. അപ്പൊ ഏതൊക്കെയാ നമുക്ക് നോക്കിയാൽ 1662 the Mughals under Mir Jumla attacked the Aham kingdom. മുഗൾസ് രാജാവായിട്ടുള്ള മിർ ജുംല എന്ത് അറ്റാക്ക് ചെയ്തു? അഹം കിങ്ഡം അറ്റാക്ക് ചെയ്തു. ഡെസ്പൈറ്റ് ദി ബ്രേവ് ഡിഫൻസ് അഹംസ് were defeated. അവർക്ക് ഗൺ പൗഡർ കനോൺസ് ഒക്കെ ഉണ്ടായിട്ടും അവര് തോറ്റുപോയി. ഈ മുഗൾസ് ആയിട്ടുള്ള മിർ ജുംലന്റെ നേതൃത്വത്തിലുള്ള ആർമിന്റെ മുന്നിൽ അഹം kingdom തോറ്റുപോയി കേട്ടോ. But direct Mughal control over the region could not last long. The Aham state depended upon the forced labor. But direct Mughal control over the region could not last long. Those forced to work for the state were called. അങ്ങനെ ഈ അഹം സ്റ്റേറ്റ് ഡിപ്പെൻഡ് ചെയ്യുന്നത് എങ്ങനെയാണ്? മെയിൻലി ആ ഒരു സ്റ്റേറ്റ് നിലനിൽക്കുന്നത് ബിക്കോസ് ഓഫ് ദ ഫോഴ്സ്ഡ് ലേബർ. ആളുകളെ ഇങ്ങനെ ഫോഴ്സ് ചെയ്ത് പണിയെടുപ്പിക്കുന്ന രീതിയാണ് അഹം കിങ്ഡത്തിന്റെ. ദോസ് ഫോഴ്സ്ഡ് ടു വർക്ക് ഫോർ ദ സ്റ്റേറ്റ് വെയർ കോൾഡ് പൈക്സ്. ഇത്തരത്തിലുള്ള സെക്ഷൻ ഓഫ് ആളുകൾ ഈ അഹം കിങ്ഡത്തിന് വേണ്ടി വർക്ക് ചെയ്യുന്ന ആളുകളെ പറയുന്ന പേരാണ് പൈക്സ്. PAIKS. A census of the population was taken. അപ്പൊ 1662 the Mughals under Mir Jumla attacked the Aham kingdom. Despite their brave defense, Ahams were defeated. But direct Mughal control over the region could not last long. The Aham state depended upon forced labor. Those forced to work for the state were called pykes. A census of the population was taken. ഓരോ ഗ്രാമത്തിലാണ് ഇവർ ഓരോ പൈക്സിന് നിർത്തിയത്. ഫോഴ്സ്ഡ് ലേബർ മാത്രമാണ് ഇവർക്ക് ആശ്രയം നല്ല രീതിയിൽ ബെനിഫിറ്റ് ആക്കാൻ വേണ്ടിയിട്ട്. ഈച്ച് വില്ലേജ് ഹാഡ് ടു സെൻഡ് എ നമ്പർ ഓഫ് പൈക്സ് ബൈ റൊട്ടേഷൻ. റൊട്ടേഷൻ മോഡിലാണ് ഓരോ ആളുകളെ ഓരോ ലേബേഴ്സിനെയും പൈക്സ് അല്ലെ, ലേബേഴ്സ് എന്ന് പറയുന്ന പൈക്സിനെ ഒരു ഗ്രാമത്തിൽ മറ്റൊരു ഗ്രാമത്തിലേക്ക് അവര് ഇതാക്കുന്നത്. People from heavily populated area were shifted to less populated area places. എന്ന് വെച്ചാല് തിങ്ങി നിറഞ്ഞു നിൽക്കുന്ന സ്ഥലങ്ങളിലെ ആളുകളെ അത്ര ആളുകൾ ഇല്ലാത്ത സ്ഥലത്തേക്ക് മാറ്റി താമസിക്കപ്പെടുന്നതും ഈ ഒരു ഇതിന്റെ സവിശേഷതയാട്ടോ. അഹം ക്ലാൻസ് were thus broken up. അങ്ങനെ ഈ ഒരു അഹം പ്ലാൻസ് ഒക്കെ അവിടെ തകർന്നടിഞ്ഞു. And by the first half of 17th century, the administration became quite centralized. ആ ഒരു അഡ്മിനിസ്ട്രേഷൻ എന്തായി? സെൻട്രലൈസ്ഡ് ആയി. അഹംസിന് പിന്നെ ഒരു റൂളിംഗ് ഇതൊന്നും ഇല്ലാതെയായി മാറി. അതാണ് അഹംസ് റൂളിംഗ് പാറ്റേൺ ആണ്. Each village had to send number of pikes by rotation and people from heavily populated area were shifted to less populated area. And second point, Aham clans were thus broken up. By the first half of 17th century, the administration became quite centralized. Okay, almost ഇനി അഹം ആർമിനെ കുറിച്ച് നമുക്ക് അറിഞ്ഞാലോ മക്കളെ? ഓൾമോസ്റ്റ് ഓൾ അഡൽട്ട് മീൽസ് സേവ്ഡ് ഇൻ ദ ആർമി ഡ്യൂറിംഗ് വാർ. അഹം കിങ്ഡത്തിലുള്ള എല്ലാ ചെറുപ്പക്കാരായിട്ടുള്ള ആൺകുട്ടികളും എന്തില് ജോയിൻ ചെയ്തിരുന്നു? പങ്കെടുത്തിരുന്നു ആർമിയിൽ അല്ലെ. യുദ്ധകാലഘട്ടത്തിൽ പങ്കെടുത്തിരുന്നു. അങ്ങനെ അഥവാ വാർ ഇല്ലാത്ത സമയത്തിൽ ഇത്തരത്തിലുള്ള ചെറുപ്പക്കാർ എന്തിലാണ് എൻഗേജ് ചെയ്യാറുള്ളത്? They were engaged in building dams, irrigation systems and other public worksലാണ് എൻഗേജ് ചെയ്യാറുള്ളത്. യുദ്ധമുള്ളപ്പോ മാത്രം ഇത്ര ചെറുപ്പക്കാര് ആർമിന്റെ കൂടെ യുദ്ധം ചെയ്യാൻ പോകും. അല്ലെങ്കിൽ അവർ ചെയ്യുന്ന വർക്ക് എന്താണ്? അഹം കിങ്ഡത്തിലുള്ള പോപ്പുലേഷൻ ഏരിയാസിലുള്ള ആളുകള് that is they were building dams, irrigation and engaging in irrigation system and also in other public works. And the Ahams also introduced new method of rice cultivation. ഇത്തരത്തിലുള്ള അഹംസ് പുതിയ തരത്തിലുള്ള റൈസ് കൾട്ടിവേഷൻ കൊണ്ടുവന്നിട്ടുണ്ട് എന്നാണ് പറയുന്നത്. Okay, it is almost
All adult males served in the army of Aham kingdom during war. Pinneyo, at other times, these adult males were engaged in which all activities? Makkal parne, it is like activities like building dams, irrigation system and public works. And the third point, Ahams also introduced different ways of cultivating rice. Okay. പിന്നെ ഇത്തരത്തിലുള്ള അഹം സൊസൈറ്റി കുറെ സെക്ഷൻ ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ദ അഹം സൊസൈറ്റി വാസ് ഡിവൈഡഡ് ഇൻ ടു ആസ് ക്ലാൻസ് ഓർ കെൽസ് ആയിട്ടാണ് ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. ക്ലാൻസ് എന്ന് പറയുമ്പോൾ CLANS, കെൽസ് എന്ന് പറയുമ്പോൾ KHELS. ഓക്കെ, and there were very few castes of artisans, and the artisans in the Aham areas came from adjoining കിങ്ഡംസ്. അപ്പോ ചെറിയ കാസ്റ്റസ് ഉള്ളൂ, ആർട്ടിസൻസ് പോലുള്ളവരുടെ കാസ്റ്റസ് ഉള്ളൂ. അപ്പോ ഇത്തരത്തിലുള്ള ആർട്ടിസൻസ് ഒക്കെ വന്നിട്ടുള്ള ഏത് ഏരിയാസിൽ നിന്നാണ്? adjoining കിങ്ഡംസിൽ നിന്നാണ്. ഓക്കെ, അപ്പൊ നമ്മൾ പറഞ്ഞു കെൽ ഓഫൻ കൺട്രോൾ സെവറൽ വില്ലേജസ്. നമ്മൾ പറഞ്ഞു അഹം സൊസൈറ്റി കുറെ ഡിവിഷൻ ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അപ്പൊ അതിൽ ഒരു സെക്ഷനായി കെൽ ആണ് കുറെ ഗ്രാമത്തിനെ കൺട്രോൾ ചെയ്യുന്നത്. ആൻഡ് ദ പെസന്റ് വാസ് ഗിവൻ ലാൻഡ് ബൈ ഹിസ് വില്ലേജ് കമ്മ്യൂണിറ്റി. ഈവൻ ദ കിങ് കുഡ് നോട്ട് ടേക്ക് ഇറ്റ് അവേ വിതൗട്ട് ദ കമ്മ്യൂണിറ്റീസ് കൺസെന്റ്. അപ്പോ ഈ ഒരു കെൽ അഹം കിങ്ഡം പല ഡിവിഷൻ ആയിട്ട് ഡിവൈഡ് ചെയ്തു പറഞ്ഞല്ലോ. അപ്പൊ കെൽ എന്ന് പറയുന്ന സെക്ഷൻ പെസൻസിനൊക്കെ ലാൻഡ് പ്രൊവൈഡ് ചെയ്ത് കൊടുക്കും, കൾട്ടിവേറ്റ് ചെയ്യാം. അതിന് രാജാക്കന്മാർക്ക് പോലും ആ ഒരു ലാൻഡ് അവരുടെ കയ്യിൽ നിന്ന് എടുക്കാനുള്ള അവകാശമില്ല. കമ്മ്യൂണിറ്റിയാണ് കൊടുത്തത്, അവർ തന്നെയാണ് തിരിച്ചെടുക്കാനുള്ള അവകാശം അവർക്കാണ് ഉള്ളത്. Okay, അതാണ് അഹം society was divided into clans or kelts, and there were very few castes of artisans. So artisans in the Aham areas came from adjoining kingdoms, and the kel often controlled several villages. The peasant was given land by his village community. Even the king could not take it away without the community's consent. Okay. ഓക്കെ, അവര് ഫോളോ ചെയ്യുന്ന അഹം സൊസൈറ്റി ഫോളോ ചെയ്യുന്ന റിലീജിയൻ ഏതാന്ന് നോക്കിയാലോ. ഒറിജിനലി ദ അഹംസ് വർഷിപ്പ് ദെയർ ഓൺ ട്രൈബൽ ഗോഡ്സ്. അവരുടേതായിട്ടുള്ള ദൈവത്തിനെയാണ്, അവരുടേതായിട്ടുള്ള ട്രൈബൽ സെക്ഷനിലുള്ള സൊസൈറ്റിയിലുള്ള ദൈവത്തിനെയാണ് അവർ ഫോളോ ചെയ്യുന്നത്. ഡ്യൂറിംഗ് ദ ഫസ്റ്റ് ഹാഫ് ഓഫ് 17th century, അങ്ങനെ 17ാം നൂറ്റാണ്ടിന്റെ പകുതി ആയപ്പോ however the influence of Brahmanas increased. ബ്രാഹ്മണാസ് ഇവരെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന രീതി, വലിയ രീതിയിൽ ബ്രാഹ്മണാസ് ഇവരെ ഇൻഫ്ലുവൻസ് ചെയ്തു. ആൻഡ് ടെമ്പിൾസ് ആൻഡ് ബ്രാഹ്മണാസ് were granted land by the king. അങ്ങനെ ഈ ഒരു അഹംസ് കിങ്ഡത്തിന്റെ നിന്ന് ടെമ്പിൾസിന് വേണ്ടിയിട്ടുള്ള സ്ഥലങ്ങള് കൊടുക്കാൻ തുടങ്ങി. ഇൻ ദ റെയിൻ ഓഫ് Sip Singh 1714 to 1744, ഹിന്ദുയിസം ബിക്കം പ്രീഡോമിനന്റ് റിലീജിയൻ ആയി മാറി. അങ്ങനെ അഹം കിങ്ഡത്തിലെ രാജാക്കന്മാര് ഈ ഒരു ബ്രാഹ്മിൻസുമായിട്ട് ഒത്തുചേർന്നപ്പോ കുറെ ടെമ്പിൾസിനുള്ള ഉണ്ടാക്കാനുള്ള സ്ഥലങ്ങൾ അവർ പ്രൊവൈഡ് ചെയ്തു അണ്ടർ ദ കിങ് ഓഫ് Sip Singh. ഓക്കെ, പക്ഷെ ബ്രാഹ്മണാസിന്റെ ഇത്തരത്തിലുള്ള ടെമ്പിൾസിന് വേണ്ടി സ്ഥലം കൊടുത്തെങ്കിലും അവർ അവരുടേതായിട്ടുള്ള ബിലീഫിൽ നിന്ന് പുറത്തു പോകാൻ അഹം സൊസൈറ്റിക്ക് കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് അല്ലെ. ബട്ട് ദ അഹം കിങ് ഡിഡ് നോട്ട് കംപ്ലീറ്റ്ലി ഗിവ് അപ്പ് ദിയർ ട്രഡീഷണൽ ബിലീഫ്സ് ആഫ്റ്റർ അഡോപ്റ്റിംഗ് ഹിന്ദുയിസം. അവര് ഹിന്ദുയിസം എന്ന് പറയുന്ന റിലീജിയൻ അഡോപ്റ്റ് ചെയ്തെങ്കിലും അവരുടേതായിട്ടുള്ള കൾച്ചർ അവർ മറന്നില്ല അഹം സൊസൈറ്റി എന്നാണ് പറയുന്നത്. പിന്നെയോ അഹം സൊസൈറ്റി വാസ് വെരി സോഫിസ്റ്റിക്കേറ്റഡ്. വലിയ തരത്തിലുള്ള പല ചേഞ്ചസും വരുത്തിയ ഒരു സൊസൈറ്റിയാണ്. And the poets, scholars were given land grants. Theatre was encouraged. പിന്നെ എന്തൊക്കെ മാറ്റങ്ങൾ അവർ കൊണ്ടുവന്നത് അഹം സൊസൈറ്റിയില്? പോയിറ്റ്സും സ്കോളേഴ്സിനും ഒക്കെ ലാൻഡ് ഗ്രാൻസ് കൊടുത്തു, അതുപോലെ തന്നെ തിയേറ്റർ ഓപ്പൺ ചെയ്തു. ഓക്കെ, അതാണ് പറഞ്ഞത്. But the Aham kings did not completely gave up their traditional roots after adopting Hinduism. And Aham society was very sophisticated in what all ways? It is the ways like the adopted poets and scholars were given land grants, and also the theatre was encouraged in those areas. ആ ഒരു ടൈമിലുള്ള പല സാൻസ്ക്രിറ്റ് വർക്ക്സും ഇവരുടെ ലാംഗ്വേജിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്തു. ഓക്കെ, ഇമ്പോർട്ടന്റ് വർക്ക്സ് ഓഫ് സാൻസ്ക്രിറ്റ് were translated into their local language. പിന്നെയോ ഹിസ്റ്റോറിക്കൽ വർക്ക്സ് known as Buranchis
were also written first in the Aham language and then in the Assamese. അങ്ങനെ കുറെ ഇമ്പോർട്ടന്റ് സാൻസ്ക്രിറ്റ് വർക്ക്സ് ഇവരുടെ അഹം ലാംഗ്വേജിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്തു. അതുപോലെ തന്നെ ചില ചരിത്ര പുസ്തകങ്ങള് അതൊക്കെ ഏത് ലാംഗ്വേജിലേക്ക് റീറൈറ്റ് ചെയ്തു? ചരിത്ര പുസ്തകമായിട്ടുള്ള ബുറാൻചീസ് BURANJIS എന്ന് പറയുന്ന ഹിസ്റ്റോറിക്കൽ ബുക്ക് അഹം ലാംഗ്വേജിലേക്ക് ഫസ്റ്റ് ട്രാൻസ്ലേറ്റ് ചെയ്തു, പിന്നെ ആസാമീസ് ലാംഗ്വേജിലേക്കും ട്രാൻസ്ലേറ്റ് ചെയ്തു എന്നാണ് പറയുന്നത്. ഇനി നമ്മൾ ഈ ഒരു സെക്ഷന്റെ ലാസ്റ്റ് ഭാഗം, ലാസ്റ്റ് സെക്ഷനിലേക്ക് കൺക്ലൂഷൻ പാർട്ടാണ് പോകുന്നത്. നമുക്ക് പറഞ്ഞിട്ടുള്ള കാര്യം ഒന്നും കൂടെ ഒന്ന് റീവൈൻഡ് ചെയ്യാം അല്ലെ? ഓക്കെ. The considerable social change took place in the subcontinent during the period we have been examining. എന്തൊക്കെ തരത്തിലുള്ള സാമൂഹികവും രാഷ്ട്രീയവും സാമ്പത്തികപരവുമായിട്ടുള്ള മാറ്റങ്ങളാണ് അല്ലെ നമ്മുടെ ഇന്ത്യൻ സൊസൈറ്റിയിൽ വന്നിട്ടുള്ളത്? ഓക്കെ, ഫസ്റ്റ് വൺ എന്താണ്? വലിയൊരു മാറ്റം എന്ന് പറയുന്നത് വർണ്ണ ബേസ്ഡ് സിസ്റ്റം കെട്ടിപ്പടുക്കാൻ നോക്കി എന്നുള്ളതാണ് അല്ലെ? ആൻഡ് ട്രൈബൽ പീപ്പിൾ തമ്മിലുള്ള ലിങ്ക് പറഞ്ഞുകൊണ്ടാണ് ഇത് തുടങ്ങിയത്. കോൺസ്റ്റന്റ്ലി ഇന്ററാക്ട് വിത്ത് ഈച്ച് അതർ. This interaction caused both kinds of societies to adapt and change. എന്ന് വെച്ചാൽ വർണ്ണ ബേസ്ഡ് സിസ്റ്റമും കാസ്റ്റ് ബേസ്ഡ് സിസ്റ്റവും തമ്മിലുള്ള ഡിഫറൻസ് ഈ ഒരു ചാപ്റ്ററിൽ നമ്മൾ പറഞ്ഞു പോയതാണ് അല്ലെ? പിന്നെ and there were many different tribes. ഓരോ സ്റ്റേറ്റിലും എത്ര ട്രൈബ്സ് ആണ് ഉള്ളത് എന്നും നമ്മൾ പറഞ്ഞു. ആൻഡ് they took up diverse livelihood. ഓരോ ട്രൈബിനും അവരവരുടേതായിട്ടുള്ള ലൈവ്ലിഹുഡ് ഉണ്ട്, സെറ്റിൽമെന്റ്സ് ഉണ്ട്. പിന്നെ നമ്മൾ എന്താ പറഞ്ഞത്? Over a period of time, many of them merged with caste-based society. അതാണ് നമ്മൾ കണ്ടത്. ലാസ്റ്റ് നമ്മൾ പറഞ്ഞത് ആരെ കുറിച്ചായിരുന്നു? ലാസ്റ്റ് നമ്മൾ അഹംസിനെ കുറിച്ചായിരുന്നു അല്ലെ? അഹം ട്രൈബൽ ഗ്രൂപ്പ് ലാസ്റ്റ് ഈ ബ്രാഹ്മണാസിന്റെ ഇതില് പ്രിൻസിപ്പിൾസിൽ ഇൻഫ്ലുവൻസ് ആയിട്ട് അവർ ഹിന്ദുയിസം എന്ന റിലീജിയൻ അഡോപ്റ്റ് ചെയ്യേണ്ടി വന്നു അല്ലെ? പക്ഷെ അവരുടേതായിട്ടുള്ള അഹം സൊസൈറ്റിന്റെ ബിലീഫ് അവര് മാറ്റിയോ? ഇല്ല അല്ലെ? അവർക്ക് അവരുടേതായിട്ടുള്ള ബിലീഫ്സ് ഉണ്ട്. അത് സബ്ജുഗേറ്റ് ചെയ്യാൻ ആർക്കും അനുവാദമില്ല. However, rejected both the caste system and orthodox Hinduism. അവർ ലാസ്റ്റ് എന്ത് ചെയ്തു? അവർക്ക് അവരുടെ കൾച്ചർ തന്നെയാണ് മുൻതൂക്കമുള്ളത്. അപ്പൊ അവർ ലാസ്റ്റ് ഇത്തരത്തിലുള്ള കാസ്റ്റ് സിസ്റ്റമും ഓർത്തഡോക്സ് ആയിട്ടുള്ള ഹിന്ദുയിസം അവര് റിജക്ട് ചെയ്തു എന്നാണ് പറയുന്നത്. ഓക്കെ, പിന്നെ നമ്മൾ കണ്ടതാണ് സം ട്രൈബ്സ് ലൈക്ക് അഹംസ് ഓർ ഗോൺസ് എസ്റ്റാബ്ലിഷ്ഡ് എക്സ്റ്റെൻസീവ് സ്റ്റേറ്റ് അല്ലെ? വൈൽഡ് ഗോണ്ടിന്റെ പറഞ്ഞില്ലേ നമ്മൾ, വൈൽഡ് എലിഫന്റ്സും പ്രഷ്യസ് സ്റ്റോൺസും ഒക്കെ അവർക്ക് ഉണ്ടായിരുന്നു അല്ലെ? ആൻഡ് വെൽ ഓർഗനൈസ് സിസ്റ്റം ഓഫ് അഡ്മിനിസ്ട്രേഷൻ നമ്മൾ കണ്ടതാണ് അല്ലെ? പിന്നെയോ ആൻഡ് thus became politically powerful അല്ലെ? പൊളിറ്റിക്കലി പവർഫുൾ ആയിട്ടുള്ള റീജിയൻസ് ആയി മാറി ഇത്തരത്തിലുള്ള ട്രൈബൽസ് റൂൾ ചെയ്ത കിങ്ഡം. And they have conflict with other kingdom. മുഗൾ കിങ്ഡം ആയിട്ട് കോൺഫ്ലിക്റ്റ് വന്നു അല്ലെ? ഇത് ഗോൺസിന്റെ പറയുകയാണെങ്കിൽ. ഓക്കെ, അപ്പൊ ഇത്തരത്തിലുള്ള കാര്യങ്ങളാണ് നമ്മൾ മെയിൻലി ഡിസ്കസ് ചെയ്തത്. എന്തൊക്കെയാണ് മെയിൻലി? ഫസ്റ്റ് കാസ്റ്റ് ബേസ്ഡ് society, caste based society, പിന്നെ കാസ്റ്റ് ബേസ്ഡ് സൊസൈറ്റി, ട്രൈബൽ ബേസ്ഡ് സൊസൈറ്റി ആണ് നമ്മൾ പറഞ്ഞത് അല്ലെ? അപ്പോ കാസ്റ്റ് ബേസ്ഡ് സൊസൈറ്റി എന്ന് പറയുന്ന ഈ ഒരു ടേം തന്നെ കൊണ്ടുവന്നത് ആരാ മക്കളെ? കാസ്റ്റ് ബേസ്ഡ് സൊസൈറ്റി എന്ന് പറയുന്ന ഈ ഒരു ടേം തന്നെ കൊണ്ടുവന്നത് ബ്രാഹ്മണാസ് ആണ്. അപ്പൊ വർണ്ണ സിസ്റ്റം അല്ലെ? വർണ്ണ സിസ്റ്റം എന്ന് നമ്മൾ പറയുന്നു. വർണ്ണ സിസ്റ്റം എന്ന് പറയുമ്പോൾ എങ്ങനെയാണ് ഈ ബ്രാഹ്മണാസ് ഈ ഒരു കാസ്റ്റ് സിസ്റ്റം ആ ഒരു സ്ട്രക്ചർ ഉണ്ടാക്കിയിട്ടുള്ളത്? മെയിൻലി ഫസ്റ്റ് വൺ എന്താണ്? ഫസ്റ്റ് ബ്രാഹ്മണാസിന് തന്നെയാണ് അവർ മുൻതൂക്കം നൽകി. ബ്രാഹ്മണാസ് അല്ലെ? ബ്രാഹ്മൺസ്. പിന്നെ സെക്കൻഡ് വൺ ക്ഷത്രിയാസ്. പിന്നെ ക്ഷത്രിയാസ്, വൈശ്യാസ് അല്ലെ? വൈശ്യാസ്. പിന്നെ ഡി ശൂദ്രാസ്. പിന്നെ ലാസ്റ്റ് വൺ ഏതാണ്? ഹരിജൻ.
ഹരിജൻ അവരെ ഔട്ട്കാസ്റ്റ് എന്നാണ് പറയാ, ഔട്ട്കാസ്റ്റ്. ഹരിജൻ ഔട്ട്കാസ്റ്റ് എന്ന് അവരെ പറയുന്നു, അല്ലെങ്കിൽ അൺടച്ചബിൾ. ഓക്കെ, പിന്നെ ഇതാണ് കാസ്റ്റ് ബേസ്ഡ് സൊസൈറ്റി എന്ന് പറയുന്നത്. ട്രൈബൽ ബേസ്ഡ് സൊസൈറ്റി നമ്മൾ ഏതൊക്കെയാണ് ഡിസ്കസ് ചെയ്തത്? മെയിൻലി ദ ഗോണ്ട് എന്ന് പറയുന്ന ട്രൈബിനെ കുറിച്ച് നമ്മൾ പറഞ്ഞു. ഗോണ്ട് എന്ന് പറയുന്ന ട്രൈബാണ് അല്ലെ. ഓക്കെ, ഇവരുടെ ലൊക്കേഷൻ എന്ന് പറയുന്നത് എവിടെയാണ്? ഇറ്റ് ഈസ് ഗോണ്ട്വാനയിലാണ് അല്ലെ, ഗോണ്ട്വാന. ഓക്കെ, പിന്നെ നമ്മൾ ഇവിടെ ഉള്ളത് എന്തൊക്കെയാണ്? പ്രഷ്യസ് ആയിട്ടുള്ള കോയിൻസ്, പ്രഷ്യസ് കോയിൻസ്, വെൽത്തി എലിഫൻസ്. പിന്നെ രണ്ടാമത് നമ്മൾ ഡിസ്കസ് ചെയ്തത് അഹമാണ്. അഹം സൊസൈറ്റി adopted ഹിന്ദുയിസം ആയിട്ട് അവർ അഡോപ്റ്റ് ചെയ്തു without rejecting. പക്ഷെ അവരുടെ കൾച്ചറിനെ അവർ റിജക്ട് ചെയ്തോ? ഇല്ല. വിത്തൗട്ട് റിജക്ടിങ് ദിയർ കൾച്ചർ, അവരെ കൾച്ചറിനെ ഒരു തരത്തിൽ മാറ്റി നിർത്തപ്പെടാതെയാണ് അവർ ഇതാക്കിയത്. അപ്പൊ നമ്മള് കാസ്റ്റ് ബേസ്ഡ് സൊസൈറ്റിയും ട്രൈബൽ ബേസ്ഡ് സൊസൈറ്റി നമ്മളെ ഡിഫറൻസ് ആണ് നമ്മള് ചർച്ച ചെയ്തത്. അതുപോലെ തന്നെ നമ്മൾ നൊമാഡിക് പീപ്പിളിന്റെ പറഞ്ഞു. നൊമാഡിക് പീപ്പിളിന്റെ കാര്യം പറഞ്ഞപ്പോ നമ്മൾ ബഞ്ചാരാസ് ആണല്ലേ പറഞ്ഞത്. നൊമാഡിക്, ഈ ബഞ്ചാരാസിനെ കുറിച്ച് ഡെപിക്ട് ചെയ്തത് ഏത് ബുക്കിലാണ്? അക്ബർ നാമ എന്ന് പറയുന്ന ഹിസ്റ്റോറിക്കൽ ബുക്കിലാണ്. അക്ബർ റൂൾ ചെയ്യുമ്പോ അക്ബറും ഈ ഒരു ബുള്ളക്സിനെ, നൊമാഡിക് പീപ്പിളിന്റെ ബുള്ളക്സിനെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടായിരുന്നു ഓരോ ഗ്രെയിൻസ് ഒക്കെ പ്രൊഡക്ഷൻ ചെയ്തിട്ട് ഗ്രെയിൻസ് മാർക്കറ്റിലേക്ക് എത്തിക്കുന്നത് ഈ നൊമാഡിക് പീപ്പിൾ ആയിട്ടുള്ള, ട്രേഡ് പീപ്പിൾ ആയിട്ടുള്ള ബഞ്ചാരാസ് ആണ് അല്ലെ. ട്രേഡർ ട്രൈബാണ്. ഓക്കെ, അലാവുദ്ദീൻ ഖിൽജി പോലുള്ള ആളുകളുടെ ടൈമില്, അലാവുദ്ദീൻ ഖിൽജി ആൻഡ് അക്ബർ makes use of ബഞ്ചാരാസ്. ഈ ബഞ്ചാരാസിന്റെ ബുള്ളക്സിനെയാണ് ഇവര് ഡിപ്പെൻഡ് ചെയ്തിരുന്നത് ആ ഒരു ടൈമില്. ഈ അവരുടെ ഗ്രെയിൻസ് ഒക്കെ മാർക്കറ്റിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ സന്താൽസ് ആൻഡ് മുണ്ടാസ് ആൻഡ് സന്താൽസ് ആൻഡ് ഒറീസ ആൻഡ് ബംഗാൾ, ബെൽച്ചീസ്, അങ്ങനെയുള്ള കുറെ ഇതിനെ ബിൽസ്, പിന്നെ നമ്മൾ പറഞ്ഞു കുറെ ഏതൊക്കെയാണ്? ഇറ്റ് ഈസ് മെയിൻലി ഗോണ്ട് എന്ന് പറയുന്ന ട്രൈബിനെ കുറിച്ചും, ഗോണ്ട്വാനയാണ് അവര് ആ ഒരു ട്രൈബ് സെറ്റിൽ ചെയ്യുന്ന ഏരിയ. അഹം സൊസൈറ്റിനെ കുറിച്ച് നമ്മൾ ഡിസ്കസ് ചെയ്തു അല്ലെ. അപ്പൊ ഇത്രയും സിമ്പിൾ ആയിട്ടുള്ള ചാപ്റ്റർ ആണ് അല്ലെ. മെയിൻലി ഈ ട്രൈബൽസും ട്രൈബൽ സൊസൈറ്റി, കാസ്റ്റ് ബേസ്ഡ് സൊസൈറ്റി നമ്മുടെ ഡിഫറൻസ് ആണ് നമ്മൾ പറഞ്ഞത് അല്ലെ. പിന്നെ നമ്മൾ ഡിസ്കസ് ചെയ്തു ഓരോ സ്റ്റേറ്റിലുള്ള ട്രൈബ്സിനെ കുറിച്ചും ഒക്കെ ഡിസ്കസ് ചെയ്തു. അപ്പൊ അത്ര സിമ്പിൾ ആയിട്ടുള്ള കാര്യം. മുഗൾ കിങ്ഡവും അതുപോലെ തന്നെ ഈ ഒരു ട്രൈബൽ ബേസ്ഡ് സൊസൈറ്റി തമ്മിലുള്ള ആ ഒരു റിലേഷൻഷിപ്പും പറഞ്ഞു കഴിഞ്ഞു. ഓക്കെ, വളരെ സിമ്പിൾ ആയിട്ടുള്ള ചാപ്റ്റർ ആണ്. അതുപോലെ തന്നെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റ്സ് ഒക്കെ മക്കൾ എന്ത് ചെയ്യുക? നോട്ടില് റൈറ്റ് ഡൗൺ ചെയ്യുക. ഓക്കെ, നെക്സ്റ്റ് ഒരു ഇൻട്രസ്റ്റിംഗ് ചാപ്റ്റർ ആയിട്ട് നമുക്ക് നെക്സ്റ്റ് സെഷനിൽ കാണാം കേട്ടോ. താങ്ക് യു.